യുഎഇയിൽ ADCB ബാങ്ക് അക്കൗണ്ടുള്ള പല ആളുകളും ഇന്ന് അവരുടെ ട്രാൻസാക്ഷൻസിലും മറ്റും തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ട് പാനിക്കായി എന്നുള്ളതൊരു വാസ്തവമാണ്. പലരും വിചാരിച്ചത് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിനുണ്ടായ എന്തോ ടെക്നിക്കൽ എറർ ആണെന്നാണ്. എന്നാൽ അധികം വൈകാതെ തന്നെ ADCB ബാങ്ക് അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ സോഷ്യൽ മീഡിയയിലൂടെയും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും നൽകുകയുണ്ടായി. ചില എസെൻഷ്യൽ സിസ്റ്റം മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചില തടസ്സങ്ങൾ കസ്റ്റമേഴ്സിന് നേരിടുന്നതെന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. അത്യാവശ്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലും സോൾവ് ചെയ്യണമെങ്കിൽ ബാങ്കിന്റെ ബ്രാഞ്ചുകളിൽ നേരിട്ട് എത്താമെന്നും ആ അറിയിപ്പിൽ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ഡിജിറ്റൽ പണമിടപാടുകളിലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിലുമൊക്കെ തടസ്സം നേരിട്ട ആളുകൾക്ക് വൈകുന്നേരം 3 മണിക്ക് ശേഷം പലർക്കും അത് ശരിയായി എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് വന്നത്. ഇതിനു മുൻപ് മാർച്ച് മാസത്തിലും സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും പരിഭ്രാന്തരാകേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നും ഈ സിസ്റ്റം മെയിൻ്റനൻസിന്റെ ഭാഗമായി ഉണ്ടായ താൽക്കാലിക തടസ്സമാണിതെന്നുമാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ADCB ഇതിന് നൽകിയിരിക്കുന്ന വിശദീകരണം. യുഎഇയുടെ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി കഴിഞ്ഞ ദിവസം നൽകിയൊരു അറിയിപ്പ് അനുസരിച്ച് നാളെ 2026 ജൂലൈ 3-ാം തീയതി വെള്ളിയാഴ്ച മുതൽ രാജ്യം അതിശക്തമായ ചൂടുകാലത്തിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടത് ചൂടല്ലേ എന്ന് സ്വാഭാവികമായും നമ്മൾ ചോദിച്ചു പോകും. കാരണം അതിശക്തമായ ചൂട് ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഈ ആസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസും, അതായത് ജ്യോതിശാസ്ത്ര കണക്കുകളൊക്കെ പ്രകാരം ജംറത്തുൽ ഖൈത്ത് എന്ന് പറയുന്ന ഒരു സീസണ് തുടക്കമാവുകയാണ് ജൂലൈ 3-ാം തീയതി മുതൽ. അത് 40 ദിവസം നീണ്ടു നിൽക്കും, ഓഗസ്റ്റ് 10-ാം തീയതി വരെ. ഈ സമയത്ത് പകൽ സമയത്ത് ചൂട് പല സ്ഥലങ്ങളിലും 50 ഡിഗ്രി സെൽഷ്യസ് കടന്നേക്കാമെന്നും ചൂട് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുമെന്നും ഇതോടൊപ്പം സമൂം എന്ന് പറയുന്ന ഒരു വരണ്ട കാറ്റ് രാജ്യത്തിൻ്റെ ഭാഗങ്ങളിൽ വീശാൻ സാധ്യതയുള്ളതുകൊണ്ട് ശരീരത്തിൽ നിർജ്ജലീകരണത്തിനൊക്കെ വലിയ സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധരും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, പുറത്തു പോകുന്ന ആളുകളും ജോലി ചെയ്യുന്ന ആളുകളും ഒക്കെ നമുക്ക് ദാഹം തോന്നിയാലും ഇല്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക, ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനും നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക. ഇതിങ്ങനെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ കാരണം, മുൻപ് സൂചിപ്പിച്ച ജംറത്തുൽ ഖൈത്ത് എന്ന് പറയുന്ന ആ ഒരു സീസൺ, ആ വാക്കിന്റെ അർത്ഥം തന്നെ വേനൽക്കാലത്തെ കനലുകൾ എന്നാണ്. വേനൽ എന്ന് പറയുന്നതേ ചൂട്, അതോടൊപ്പം കനൽ കൂടി വന്നാൽ എങ്ങനെയുണ്ടാകും? അത്രയും തീക്ഷ്ണമായ ചൂടായിരിക്കും ഇനിയുള്ള 40 ദിവസം UAEയിൽ അനുഭവപ്പെടുക. ദുബായിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഷോപ്പിംഗ് കേന്ദ്രത്തിൽ കൂടി ടിക്കറ്റ്ലെസ് സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം വരാൻ പോകുന്നു. പാർക്കിംഗ് കമ്പനിയുടെ അണ്ടറിൽ പുതിയ ഈ ഒരു സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം, ടിക്കറ്റ് ഫ്രീ സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ദുബായിലെ അൽ ഖുറൈർ ഷോപ്പിംഗ് സെന്ററിലാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം അനുസരിച്ച് ആദ്യത്തെ 3 മണിക്കൂർ സൗജന്യ പാർക്കിംഗ് ആണ്. അതുകൂടാതെ ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് 200 ദിർഹത്തിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കും സ്റ്റാർ സിനിമാസിൽ നിന്ന് മൂവി ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്കും ഒരു എക്സ്ട്രാ 2 മണിക്കൂർ കൂടി സൗജന്യമായി വാഹനം പാർക്ക് ചെയ്യാം. പിന്നെ അവിടുത്തെ റെസിഡൻസിനും ഷോപ്പുകൾ നടത്തുന്ന ആളുകൾക്കും ഒക്കെ വാഹനം പാർക്ക് ചെയ്യാനായി മന്ത്ലി സബ്സ്ക്രിപ്ഷൻസും ഉണ്ടാകും. ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും സാധാരണ രീതിയിലാണ് ടിക്കറ്റ് നിരക്ക് അവിടെ പാർക്കിങ്ങിന് ഈടാക്കുക. ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും സൗജന്യമായിരിക്കുമെന്നുമാണ് പാർക്കിംഗ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.